ഇന്ന് ഇവിടെ ഒരുങ്ങുന്ന ഈ ഗസൽ ഖവാലി സംഗീത നിശയ്ക്ക് മേളക്കൊഴുപ്പേകുന്നവരെ, ശബ്ദം നൽകുന്നവരെ നിങ്ങളുടെ മുന്നിൽ എല്ലാവരും നിങ്ങൾക്ക് അറിയുന്നവരാണ്, എല്ലാവരും ലോകപ്രശസ്തരാണ്. എന്നാലും ഇതൊരു കടമയാണ്. തിരൂര് അവരെ സ്വീകരിക്കുമ്പോൾ ടൗൺ ഹാളിൽ ആദ്യമായി ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിഭകൾ ഒന്നിക്കുന്ന ഗസലിൻ്റെ ഒരു വേദി ഒരുങ്ങുമ്പോൾ അവരെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. ഹാർമോണിയത്തിൽ, കീബോർഡിൽ ജയപ്രകാശിനെ JP പറയുമ്പോൾ ഒന്ന് കയ്യൊക്കെ അടിക്കാട്ടോ എല്ലാവർക്കും. ഓരോരുത്തരെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഞാൻ. JP കീബോർഡിലും വിശിഷ്യ ഹാർമോണിയത്തിലും ഏറെ കഴിവ് തെളിയിച്ച കേരളത്തിലെ അറിയപ്പെടുന്ന ഹാർമോണിയം കീബോർഡ് ആർട്ടിസ്റ്റാണ്. ഹിന്ദുസ്ഥാനി കച്ചേരിയിൽ പ്രഗത്ഭരായ ഗുലാം നിയാസ് ഖാൻ, അഭിജിത്ത് ബാനർജി, ചൈത്ര ഗുഹ, നമ്മുടെ അഭിമാനമായിരുന്ന ശ്രീ ഉമ്പായി, ഗായത്രി തുടങ്ങിയ ഒട്ടനവധി പ്രതിഭകൾക്കും പ്രഗത്ഭർക്കുമൊപ്പം വേദികൾ പങ്കിട്ടിട്ടുണ്ട് ഇദ്ദേഹം. പ്രിയങ്കരനായിരുന്ന സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററോടൊപ്പം വലിയൊരു കാലഘട്ടം അസിസ്റ്റൻ്റായും പ്രവർത്തിക്കാൻ JPക്ക് കഴിഞ്ഞു. എൻ്റെ കണ്ണന് കറുപ്പു നിറം, എൻ്റെ കണ്ണന് ഇത്ര കറുപ്പു നിറം, നിങ്ങൾക്കറിയാവുന്ന പാട്ടാണ്. ഫോട്ടോഗ്രാഫറിലെ ഈ ജോൺസൺ ഗാനത്തിന് ഓർക്കസ്ട്രേഷൻ ഒരുക്കിയത് പ്രിയങ്കരനായ ജയപ്രകാശാണ്. പ്രിയ JPക്ക് സംസ്കാരയുടെ ആശ്രയം കെയർ ഹോമിൻ്റെ ഈ പ്രൗഢമായ വേദിയിലേക്ക് സുസ്വാഗതം. നിഖിലിൻ്റെ അച്ഛനായിരുന്നു നിഖിലിന് ആദിഗുരു. ആ അടങ്ങാത്ത ആവേശം കോഴിക്കോടിൻ്റെ പ്രഗത്ഭ സദസ്സുകളിലേക്കും അവിടെ നിന്ന് വേദികളിലേക്കും നിഖിലിനെ എത്തിച്ചു. പ്രിയങ്കരനായ ഫ്ലൂട്ട് ആർട്ടിസ്റ്റ് റിസണിൽ നിന്നാണ് നിഖിൽ ഓടക്കുഴലിൻ്റെ ഏറെ ആവേശം തുടർന്ന് ഉൾക്കൊള്ളുന്നത്. ആ ആത്മസമർപ്പണം, സ്വയം സാധകം, ആ സംഗീതോപകരണം നിഖിലിൻ്റെ പിടിയിലൊതുങ്ങുകയായിരുന്നു. കോഴിക്കോട്ടെ വലിയ സംഘങ്ങളോടൊപ്പം തുടങ്ങിയ യാത്ര കടലുകൾ കടന്ന് സംഗീത മനസ്സുകളെ കീഴടക്കുകയായിരുന്നു. ഇന്ന് ലോകമറിയുന്ന AR റഹ്മാൻ, ഹാരിസ് ജയരാജ്, യുവൻ ശങ്കർ രാജ, വിദ്യാസാഗർ, ഇവർക്കൊപ്പമെല്ലാം വേദികളിൽ നിഖിലുണ്ടായിരിക്കും. നിഖിലിൻ്റെ ഒരു അനുഭവം കൂടി പറയാം. വലിയൊരു പ്ലേബാക്ക് സിംഗറോടൊപ്പം ചായ കുടിച്ചിരിക്കുന്ന വിദേശത്തൊരു സമയത്ത് അപ്പുറത്തിരിക്കുന്ന AR റഹ്മാനെ ഒന്ന് ജസ്റ്റ് കാണുകയെങ്കിലും വേണമെന്ന കൊതിയോടെ അദ്ദേഹം ഇരിക്കുന്നു. റഹ്മാൻ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് പറയുന്നു, ജസ്റ്റ് പരിചയപ്പെടാൻ തുനിയുമ്പോൾ AR റഹ്മാൻ എന്ന ലോക കീഴടക്കിയ സംഗീതജ്ഞൻ പറയുന്നു, എനിക്കറിയാമല്ലോ നിഖിലിനെ, എനിക്കറിയാം നിങ്ങളെ. അതൊരു ചെറിയ കാര്യമല്ല അല്ലേ? നിഖിലാണ് ഫ്ലൂട്ടിൽ. സ്വാഗതം. പ്രിയങ്കരനായ മഹേഷ് മണിയാണ് തബലയിൽ. 3 പതിറ്റാണ്ടായി തബലവാദന രംഗത്തെ നിറസാന്നിധ്യമാണ് മഹേഷ് മണി. ഉസ്താദ് ഫസൽ ഖുറേഷി, പണ്ഡിറ്റ് ഉദയ് രാജ് കപൂർ എന്നിവരിൽ നിന്നുള്ള കൃത്യതയാർന്ന തബല പഠനം. ഏറെ വർഷങ്ങളായി ഗസൽ മാന്ത്രികൻ ശ്രീ ഹരിഹരനോടൊപ്പം തബലവാദകനായി ഉണ്ട് ശ്രീ മഹേഷ് മണി. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകരോടൊപ്പവും ഏറെ സിനിമകൾക്കായി തൻ്റെ വിരൽനാദം കേൾപ്പിച്ച ഇദ്ദേഹം ഏറെ വർഷങ്ങളായി സംസ്ഥാന കലോത്സവ ജൂറിയും ആകാശവാണി A ഗ്രേഡ് ഹൈ ആർട്ടിസ്റ്റുമാണ്. 2025 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ്, സ്വദേശത്തും വിദേശത്തും എണ്ണിയാൽ തീരാത്തത്ര ഗസൽ ഖവാലി വേദികളിലെ
തബല മാന്ത്രികൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയങ്കരനായ ഹാരിസ് വീരോളിയാണ് ഇനി എത്തുന്നത്. തലശ്ശേരിയുടെ പ്രിയപ്പെട്ട കലാകാരനാണ് ഹാരിസ്. പാട്ടുകൂട്ടം എവിടെയുണ്ടെന്ന് കേട്ടാലും അവിടെ എത്തിച്ചേരുക, അത് കേട്ടിരിക്കുക, അതിൻ്റെ ഭാഗമാവുക, ഇങ്ങനെ തുടങ്ങിയ സംഗീതത്തോടുള്ള ആവേശം ഗാനമേളകൾക്കും പൊതുസംഗീത പരിപാടികൾക്കും ഭാഗമാകാറുണ്ടെങ്കിലും മെഹഫിലുകളും ഹൃദയഗാനങ്ങളുടെ കൂടിച്ചേരലുകളും ഹാരിസിൻ്റെ ദൗർബല്യമാണ്. ഒരു പ്രധാന ഉപകരണത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് കോഡ്സും സ്ട്രമ്മിങ്ങും ചെയ്ത് പാട്ടിനൊപ്പം സഞ്ചരിക്കുന്ന വായനയെന്ന് തിരിച്ചറിഞ്ഞ കലാകാരനാണ് ഹാരിസ്. അതുകൊണ്ട് തന്നെ സംഗീത പാരമ്പര്യമുള്ള ഈ സംഗീതകാരൻ ഇന്ന് സംഗീതവേദികളിൽ നിറസാന്നിധ്യമാണ്. സ്നേഹത്തോടെ ഹാരിസിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. തുടർന്ന് തിരൂരിൻ്റെ പ്രിയപ്പെട്ട കലാകാരൻ വിക്രമൻ, തിരൂരിൻ്റെ പ്രിയ ഋതം കലാകാരനാണ് പ്രിയപ്പെട്ട വിക്രമൻ. തിരൂരിലെ വളരെ പ്രശസ്തമായ സംഗീത കുടുംബത്തിലെ അംഗം. കഴിഞ്ഞ 40 വർഷത്തോളമായി ബോങ്കോസിലും ട്രിപ്പിൾ ഡ്രമ്മിലും തുടങ്ങി തബലയിലും ഋതം പാഡിലും തൻ്റെ താളവൈദഗ്ധ്യം തെളിയിച്ച എണിയാൾ തീരാത്ത വേദികളിൽ സ്വദേശത്തും വിദേശത്തും പ്രകടനം കാഴ്ചവെച്ച ഋതം ആർട്ടിസ്റ്റാണ് വിക്രമൻ. കുട്ടിക്കാലം തുടങ്ങിയ താളമോഹം തൻ്റെ അച്ഛനിലൂടെ പഠിച്ചു തുടങ്ങി. ചെറിയച്ഛൻ പ്രിയ കലാകാരനായ ഈശ്വർ എന്ന ഉണ്ണിയേട്ടനിലൂടെ ഷാസ് ഓർക്കസ്ട്രയിലൂടെ വായനയുടെ പടവുകൾ കയറിയ പ്രിയപ്പെട്ട വിക്രമൻ നമ്മുടെ വേദിയിലെത്തി. സ്വീകരിക്കാം. തുടർന്ന് ഹക്കീം തിരൂർ. ഇന്നെല്ലാ വേദികളിലും നിറഞ്ഞു നിൽക്കുന്ന ഋതം ആർട്ടിസ്റ്റാണ് ഹക്കീം. ഖവാലി, ഗസൽ, ഗാനമേള സംഘങ്ങളിലെല്ലാം ജനകീയനാണ് ഈ പ്രിയ കലാകാരൻ. സ്വപ്രയത്നം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് വിദേശത്തും സ്വദേശത്തുമെല്ലാം ഒട്ടുമിക്ക സംഗീത വേദികളിലും ഹക്കീം എന്ന കലാകാരൻ്റെ സാന്നിധ്യമുണ്ട്. സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഹക്കീമിനെ. ഇനി നമ്മുടെ മുന്നിലേക്ക് എത്താനുള്ളത് പ്രിയങ്കരായ നമ്മുടെ ഗായകരാണ്. തിരൂര് നിറഞ്ഞ കയ്യടിയോടെ നിറഞ്ഞ ആവേശത്തോടെ സ്വീകരിക്കുകയാണ് പ്രിയപ്പെട്ട റസാക്കിനെ. ആരെയും ആകർഷിക്കുന്ന ഗസലാലാപനത്തിന് ചേർന്ന ശബ്ദം, ഹൃദ്യമായ വശ്യസുന്ദരമായ ആലാപനം, തൊണ്ടയിൽ നിന്നെത്തുന്ന ശബ്ദത്തേക്കാൾ ആത്മാവിൽ നിന്നെത്തുന്ന ഭാവത്തിന് ഭാവന നൽകാൻ കഴിഞ്ഞ ഭാവഗായകൻ. ഇങ്ങനെ ഏറെ നാമവിശേഷണങ്ങൾക്ക് യോഗ്യനായ പാട്ടുകാരൻ. താൻ ആലപിച്ച പാട്ടുകളെല്ലാം ഗസൽ പ്രേമിയുടെ മനസ്സിലും നാവിൻ തുമ്പിലുമുണ്ട്. അതാണ് ഈ ഗായകനെ ലോകത്തെമ്പാടുമുള്ള മലയാളി സംഗീത പ്രേമികളുടെ ഹൃദയ ഗായകനാക്കി മാറ്റിയത്. തിരൂരിൽ ഇങ്ങനെയൊരു വേദി അപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് തന്നെ പറയാം. ഈ അപൂർവ സംഗീത വേദിയിലേക്ക് നിറസ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട റാസയെ. ഇപ്പോൾ സ്വീകരിച്ചപ്പോൾ അടിച്ച കയ്യടിക്ക് ഒരു കുറവും വരാതെ ഇനി 2 പേരെ കൂടി നമ്മൾ സ്വീകരിക്കുകയാണ്. തിരൂരിൻ്റെ പ്രിയ ഗായകൻ ഷബീർ അലി. ഒരു വലിയ സംഗീത പാരമ്പര്യത്തിൻ്റെ തുടർ കണ്ണിയാണ് ഈ പാട്ടുകാരൻ. പിതാവ് അബ്ദുള്ളയിൽ നിന്നും പകർന്നു കിട്ടിയ
പാരമ്പര്യ സംഗീതം, വലിയ സംഗീത പാരമ്പര്യം ഉറങ്ങുന്ന തിരൂരെന്ന നമ്മുടെ നാട് നൽകിയ കേൾവിയും തിരിച്ചറിവും, ചെമ്പൈ സംഗീത അക്കാദമിയിലെ സംഗീത ബിരുദം, ശേഷം ഹിന്ദുസ്ഥാനിയോടും ഗസലുകളോടുമുള്ള തീവ്രമായ പ്രണയം, ഇതെല്ലാം ഒരു തികഞ്ഞ ഗായകനെ രൂപപ്പെടുത്തുകയായിരുന്നു. ഹാർമോണിയത്തിലും തബലയിലും പ്രിയപ്പെട്ട ഷബീറിൻ്റെ പ്രകടനവും വിസ്മയിപ്പിക്കുന്നതാണ്. ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ ഭാഗമായ ശേഷം മാന്ത്രിക സംഗീത സംവിധായകൻ ശരത്തിൻ്റെ സംഗീതത്തിൽ KS ചിത്രയോടൊപ്പം പാടിയ യുഗ്മഗാനം ഈ ഗായകൻ്റെ യാത്രയിൽ ഒരു പൊൻതൂവലായിരുന്നു എന്നതോടൊപ്പം ശരത്തിനെയും ചിത്രയെയും അത്ഭുതപ്പെടുത്തി എന്നത് നേട്ടത്തിൻ്റെ പട്ടികയിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തുകയാണ്. നമ്മുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായ പ്രിയ ഗായകൻ ഷബീറിനെ ഈ വേദിയിലേക്ക്, ഈ ഹൃദയവേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട സരിത റഹ്മാൻ, സംഗീതയാത്രയിൽ ഏറെ പാട്ടുകൾ പാടുമ്പോഴും ഒരൊറ്റ പാട്ടുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട ഏറെ ഗായകരുണ്ട് നമുക്ക്. അല്ലാഹു അക്ബർ എന്ന കീർത്തനത്താൽ ആവേശം അലതല്ലി രക്തം ചിന്തിയ ബദരീങ്ങളെ എന്ന ഒരൊറ്റ ഭക്തിഗാനം കൊണ്ട് സാന്നിധ്യം അടയാളപ്പെടുത്തിയ രണ്ട് പാട്ടുകാരുണ്ട്, ചാവക്കാട് റഹ്മാനും ആബിദ റഹ്മാനും. കുഞ്ഞിലെ മാതാപിതാക്കളോടൊപ്പം പാടി വന്ന വ്യത്യസ്തതയുള്ള പാട്ടുകാരി, കാലങ്ങളുടെ സംഗീതയാത്രയിൽ കർണാടക സംഗീതത്തെയും അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തെയും അറിഞ്ഞു പഠിച്ചു. ഒരു ഘട്ടം ഈ ഗായിക തിരിച്ചറിയുകയാണ്, ഹിന്ദുസ്ഥാനിയാണല്ലോ തൻ്റെ വഴി. ആ യാത്ര ഒരു തീരുമാനമായിരുന്നു. ഗസലുകളിലേക്ക്, ഖവാലികളിലേക്ക്, മഹാഗായിക ലതാ മങ്കേഷ്കറിൻ്റെ മാത്രം പാട്ടുകളിലേക്ക്. ഉച്ചാരണ ഭംഗിയും ശ്രുതിബോധവും സരിത റഹ്മാൻ്റെ വലിയ ആലാപന നേട്ടമാണെന്ന് നമ്മൾ ഇവിടെ പറയുന്നതല്ല, സരിതയുടെ ഇഷ്ടശ്രോതാക്കൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതാണ്. ആശ്രയം കെയർ ഹോമും സംസ്കാരയും ഒരുക്കുന്ന ഈ ഹൃദയ സംഗീത വേദിയിലേക്ക് ഹൃദയം തൊട്ട സ്വാഗതം പ്രിയപ്പെട്ട സരിത റഹ്മാന്. എല്ലാവരെയും ചേർത്ത് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ പരിപൂർണമായ ശ്രദ്ധയും സഹകരണവും പ്രോത്സാഹനവും കാക്ഷിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് ഇവർക്കായി വേദി മാറിക്കൊടുക്കുന്നു. നന്ദി, സന്തോഷം. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ പ്രഗത്ഭരായിട്ടുള്ള സംഗീതജ്ഞരാണ്, പ്രൗഢമായ സദസ്സാണ്. സംസ്കാരയും ആശ്രയ കെയർ ഹോമും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ഈ പരിപാടിയിൽ നിങ്ങൾക്ക് മുന്നിൽ പാടാൻ സാധിക്കുന്നതിലുള്ള സന്തോഷവും ആണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പരിപാടി നന്നാവണേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടണേ എന്നൊരു പ്രാർത്ഥനയാണ് രണ്ടാമതായിട്ടുള്ളത്. ഇനി റാസ പറയും. എല്ലാവർക്കും നമസ്കാരം. രണ്ടാൾ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേടി കുറച്ച്, അതുകൊണ്ടാണ്. എന്തായാലും ഈ ഒരു വേദിയും ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സ്റ്റേജായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ഒന്നാമത് ഇത് തിരൂരാണ്, പിന്നെ ഒന്ന് ഇതാ അപ്പുറം ഇപ്പുറവും ഇരിക്കുന്ന ഗ്രേറ്റ് ആർട്ടിസ്റ്റുകൾ. ഞാൻ ചെറുപ്പം മുതലേ കേൾക്കുന്ന നിങ്ങളുടെ രണ്ടാളുടെയും ഫാനാണ്. പിന്നെ എല്ലാവരും ഇതാ, നിഖിലായാലും പിന്നെ മഹേഷേട്ടനായാലും എല്ലാവരും, പോൾസിനായാലും പിന്നെ ഇതാ JP സാറായാലും എല്ലാവരും. അപ്പോൾ ആ തരത്തിലുള്ളൊരു സന്തോഷവും അതേസമയം പേടിയോടുകൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം എന്താണുള്ള തിരൂരുകാരുടെ മുമ്പിൽ പാടാൻ പറ്റുക എന്നുള്ളതാണ്. തിരൂരിൻ്റെ പുറത്തുനിന്നാൾ വന്നിട്ടുണ്ടാവും, പക്ഷെ എന്നാലും അങ്ങനെ. അപ്പോൾ എന്തായാലും സംസ്കാരക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും. പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട സമയവും ഒക്കെ നീക്കി വെച്ചുകൊണ്ട് ഇവിടെ നമ്മളെ കേൾക്കാനായി വന്നതിൽ ഒരുപാട്
സന്തോഷം. പിന്നെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ ജയേഷ് ഭായി. അപ്പം എന്തായാലും നിങ്ങൾ തുടങ്ങുക. തീർച്ചയായിട്ടും റാസ വളരെ മനോഹരമായിട്ട് തുടങ്ങുന്നതായിരിക്കും. തീർച്ചയായിട്ടും എന്തെങ്കിലും തീർച്ചയായിട്ടും. ഒരു 10-25 വർഷം മുമ്പ് കൂത്തുപറമ്പ് റോഷന്റെ വീട്ടിൽ ഷബീർ ഭായി എന്ന് പറഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞു. റോഷൻ താമസം എന്തേ വരുവാൻ, അങ്ങനെ ബാബുക്കാൻ്റെ പഴയ പാട്ടുകളൊക്കെ ഇങ്ങനെ പാടി നമ്മളിങ്ങനെ കോരിത്തിരിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ശരിക്കും ഒന്നിച്ചിപ്പോൾ പാടാൻ പറ്റുന്നുള്ള വലിയ അനുഗ്രഹമാണ്. ഇത് ഞാനിപ്പോൾ ഏകദേശം ഇവിടെ നിർത്തും, ഈ പൊക്കൽ. കാരണം എന്താ വെച്ചാൽ അത് വളരെ ജെന്യൂൻ ആയിട്ടുള്ള സാധനം, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ സരിത മാമും ഞാൻ അതേപോലെ കാണുന്ന ആളാണ്. ഇപ്പം എന്തായാലും നിങ്ങളുടെ അനുഗ്രഹം വേണം എല്ലാവരെയും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സ്വന്തം പാട്ട് ആണ് പാടാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് നല്ല ഗസലുകളും പഴയ പാട്ടുകളും ഒക്കെ കേൾക്കാം. രാത്തിങ്കളായി നീ അരികിലുള്ളപ്പോൾ രാഗാവേശം തുളുമ്പുന്നു മനസ്സിൽ, രാഗാവേശം തുളുമ്പുന്നു മനസ്സിൽ. ഹൃദയങ്ങളൊന്നാവും മധുമാസരാവിൽ, ഹൃദയങ്ങളൊന്നാവും മധുമാസരാവിൽ. ഹൃദയേശ്വരിക്കെന്തേ പരിഭവമോ, രാത്തിങ്കളായി നീ അരികിലുള്ളപ്പോൾ, രാത്തിങ്കളായി നീ അരികിലുള്ളപ്പോൾ. രാഗാവേശം തുളുമ്പുന്നു മനസ്സിൽ, രാഗാവേശം തുളുമ്പുന്നു മനസ്സിൽ. ഹൃദയങ്ങളൊന്നാവും മധുമാസരാവിൽ, ഹൃദയേശ്വരിക്കെന്തേ പരിഭവമോ. അകലെ നിന്നെത്തിയ കുളിരുള്ള ആർദ്രമായി പാടുന്നു ഗസലിൻ്റെ ഈണം, ഗസലിൻ്റെ ഈണം. അകലെ നിന്നെത്തിയ കുളിരുള്ള തന്നൽ ആർദ്ര
ഭദ്രമായി പാടുന്നു ഗസലിൻ്റെ ഈണം, ഗസലിൻ്റെ ഈണം. അവളുടെ ഓർമ്മകൾ അലഞ്ഞൊരിഞ്ഞെത്തും, അവളുടെ ഓർമ്മകൾ അലഞ്ഞൊരിഞ്ഞെത്തും. പുതിയ വികാരമായി അറിയാതെ നിത്യം, പുതിയ വികാരമായി അറിയാതെ. ഹൃദയങ്ങളൊന്നാവും മധുമാസരാവിൽ, ഹൃദയേശ്വരിക്കെന്തേ പരിഭവമോ. അരികിലുള്ളപ്പോൾ സ്വർഗം എനിക്കെന്നും ഭൂമിയിൽ തന്നെ, ഭൂമിയിൽ തന്നെ. സാന്ത്വനമായി നീ അരികിലുള്ളപ്പോൾ സ്വർഗം എനിക്കെന്നും ഭൂമിയിൽ തന്നെ, ഭൂമിയിൽ തന്നെ. എങ്കിലും ഓർക്കുക അവൾ പോയ നാളിത്, എങ്കിലും ഓർക്കുക അവൾ പോയ നാളിത്. അവളല്ലോ നമ്മെ ഒരുമിച്ചു ചേർത്തത്, അവളല്ലോ നമ്മെ ഒരുമിച്ചു ചേർത്തത്. ഹൃദയങ്ങളൊന്നാവും മധുമാസരാവിൽ, ഹൃദയേശ്വരിക്കെന്തേ പരിഭവമോ. രാത്തിങ്കളായി നീ അരികിലുള്ളപ്പോൾ, രാത്തിങ്കളായി നീ അരികിലുള്ളപ്പോൾ രാഗാവേശം തുളുമ്പുന്നു മനസ്സിൽ, രാഗാവേശം തുളുമ്പുന്നു മനസ്സിൽ. ഹൃദയങ്ങളൊന്നാവും മധുമാസരാവിൽ, ഹൃദയങ്ങളൊന്നാവും മധുമാസരാവിൽ. ഹൃദയേശ്വരിക്കെന്തേ പരിഭവമോ. സമ്മാനമായിട്ട് നമുക്കൊരു വണ്ടി എടുത്താലോ? വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ 2500 രൂപയുടെ ഗിഫ്റ്റും വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ 8000 രൂപയുടെ ഗിഫ്റ്റും നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഞാൻ ഇപ്പോൾ ഉള്ളത് തിരൂര് TVS മൂപ്പനിലാണ്. TVSൽ നമുക്ക് ജുപ്പിറ്റർ, എൻജോർക്ക്, റോണിൻ തുടങ്ങിയ മോഡൽസ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതല്ലാതെയും ഒരുപാടധികം മോഡൽസ് വേറെയും വരുന്നുണ്ട്. 0 ഡൗൺ പേയ്മെന്റിൽ EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. പ്രീമിയം 2 വീലേഴ്സ് നോക്കുന്നവരാണെങ്കിൽ 10,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ഓഫർ ഇവിടെ ഉണ്ട്. ബുക്കിംഗ് ഗിഫ്റ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ബൊറാസലിന്റെ മിക്സിംഗ് ബൗൾ സെറ്റ്, ബ്ലൂബെറിയുടെ കടായി ആൻഡ് ബിരിയാണി പോട്ട്, മിസ്റ്റർ ലൈറ്റിന്റെ ഇലക്ട്രിക് കെറ്റിൽ ആൻഡ് മിൽറ്റന്റെ വാക്യൂം ഫ്ലാസ്ക്. ഡെലിവറി ഗിഫ്റ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് PGന്റെ മൈക്രോവേവ് ആൻഡ് ഗ്രില്ലിംഗ് അവൻ, കാസ്റ്ററിന്റെ 4.0 ലിറ്റർ എയർ ഫ്രയർ, ഫ്യൂഗറിന്റെ വാക്യൂം ഡീപ് ക്ലീനർ, ബ്ലൂബെറിയുടെ പ്രീമിയം ഗ്യാസ് സ്റ്റവ്, ഹൈ സ്പീഡ് ഗാർഡൻ ബ്ലോവർ, കൂടാതെ ട്രെൻഡിംഗ് ആയിട്ടുള്ള ഗാർമെന്റ് സ്റ്റീമർ. ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫേഴ്സും ക്യാഷ് ബാക്ക് ഓഫേഴ്സും ഒക്കെ നമുക്ക് നേരിട്ട് ഷോറൂമിൽ വന്നാൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ഗൈസ്, ഓൺ ഓഫേഴ്സ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേഗം വന്ന് വണ്ടി ബുക്ക് ചെയ്തോളി.